പോലെ കളിക്കുന്നുണ്ട്. ഒരു മെസ്സിയല്ലേ കാണുള്ളൂ. പക്ഷെ 11 പേർക്ക് മെസ്സിക്ക് കിട്ടും, അതേ കാശും കിട്ടും, അവാർഡും കിട്ടും, മെഡലും കിട്ടും, അംഗീകാരവും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വേണേൽ ആളുടെ എണ്ണം കുറയ്ക്കാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി നമുക്ക് ഹൈലാൻഡിൽ വെച്ച് ഇങ്ങനെ നമുക്ക് കൂടാൻ വേണ്ടി നമുക്ക് എണ്ണം കുറയ്ക്കാം. പക്ഷേ എല്ലാ ഗിന്നസ് റെക്കോർഡിന് ഉടമകൾ ആരെല്ലാമാണോ അവരെല്ലാം ഈ അസോസിയേഷനിൽ നിങ്ങൾ ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന അർത്ഥം എന്താ? ഗിന്നസ് റെക്കോർഡ് ഹോൾഡറായ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഗിന്നസ് റെക്കോർഡ് ഹോൾഡർമാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഓൾ സിംഗിൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ്. ഒറ്റയ്ക്ക് മാത്രം, ഒറ്റയ്ക്ക് റെക്കോർഡ് കിട്ടിയവരെ മാത്രമേ ഈ സംഘടന അതൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ മറ്റവരുടെ പേരും കൂടെ വെച്ചിട്ട് അവരെ വെളിയിൽ നിർത്തുന്നത് ശരിയല്ല. ഗിന്നസ് റെക്കോർഡ് കൊടുക്കുമ്പോ അവാർഡ് കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരുപോലെ വാങ്ങുന്നില്ലേ? നല്ല സിനിമയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പ്രേംകുമാർക്ക് എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രഗത്ഭനായ നടനാണ്. നല്ല സിനിമ വെച്ചാൽ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും അതിൻ്റെതായ ആ അംഗീകാരമുണ്ട് നല്ല സിനിമയിൽ. പിന്നെ നല്ല നടൻ ഒരാൾക്ക് കിട്ടും. അതുപോലെ സിംഗിൾ ഐറ്റത്തിന് കിട്ടിയ നിങ്ങളെ സിംഗിൾ ഐറ്റം ഗിന്നസ് ഹോൾഡേഴ്സിന്റെ സംഘടനയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഗ്രൂപ്പുകാരെ നിങ്ങൾ ഒഴിവാക്കിയ അവരെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ സംഘടനയുടെ പേരൊന്ന് ചെറിയായിട്ട് ചർച്ച ചെയ്യണം. എന്റെ വ്യാഖ്യാനമൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനം. ഞാൻ ചോദിക്കട്ടെ തിരുവാതിര 10,000 പേര് തിരുവാതിര കളിക്കുക. 10,000 പേര് തിരുവാതിര കളിക്കുകയാണ്. ഈ കളിക്കുന്ന 10,000 പേര് കളിക്കുകയല്ലേ? 10,000 പേരും കളിക്കുകയല്ലേ? നിങ്ങളിൽ ഒറ്റയ്ക്ക് ഒരാൾ ഒരു സ്പെഷ്യൽ ഡാൻസ് കളിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് ലോകത്തിൽ അതുപോലെ കളിച്ചിട്ടുള്ള ആരുമില്ല. അയാൾക്ക് കിട്ടുന്നു. കറക്റ്റ്, അയാളുടെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. 10,000 പേര് ഡാൻസ് ലോകത്തിൽ ആദ്യമായിട്ട് 10,000 പേര് തിരുവാതിര കളിച്ച ലോകത്തിലെ ഒന്ന് ഗിന്നസ് റെക്കോർഡുകാരനെ അംഗീകരിച്ചാലും ഇവിടൊക്കെ നമ്മുടെ ആഗ്രഹം അംഗീകരിച്ചില്ല എന്ന് വെച്ചാൽ അവർക്ക് വല്ല കുഴപ്പമുണ്ടോ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അംഗീകരിച്ചാലില്ലെങ്കിൽ അവരും ഗിന്നസ് റെക്കോർഡിന്റെ ഹോൾഡർമാരാണ്. അവർ ഹോൾഡർമാരാകാതിരിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ക്രിക്കറ്റ് ടീമിൽ 15 പേരുണ്ടെങ്കിൽ കളിക്കുന്ന എല്ലാവർക്കും, അല്ലാതെ ക്യാപ്റ്റന് മാത്രമല്ലല്ലോ. ചിലപ്പോ വിരാട് കോഹ്ലിക്ക് 0-ൽ ഇറങ്ങിപ്പോവും. ഒന്നുമല്ലാത്ത ചിലപ്പോൾ 100 അടിച്ചിട്ട് ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ ടീമുകളിൽ ജയിക്കുമ്പോൾ ടീമിനെ നിങ്ങൾ ഗിന്നസായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ലാണ്. എനിക്ക് കാലം മുടക്കില്ലല്ലോ ഇതിന്. ഞാൻ ഇവിടെ വന്നു പോണതിൻ്റെ വണ്ടിക്കൂലിയല്ലേ ഉള്ളൂ. അതിപ്പോൾ കുഴപ്പമില്ല. അത് MLA മാർക്കില്ല. മണ്ഡലത്തിലാകുമ്പോൾ വന്നല്ലേ പറ്റുള്ളൂ. എൻ്റെ കോൺഫിഡൻസിലാണല്ലോ ഇത്. എൻ്റെ നിയോജക മണ്ഡലത്തെ പരിപാടി ഞാനെല്ലാം നടത്താൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് പറയാം അങ്ങനെ പറ്റുള്ളൂ. ശരിയല്ലേ?